പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് വെച്ചാൽ സാബുൻ കായിനെ പറ്റിയിട്ടാണ്. സാബുൻ കായിനെ പറ്റി എല്ലാവർക്കും അറിയണമെന്നില്ല, ഇന്നത്തെ തലമുറേനെക്കാട്ടും കൂടുതൽ അറിയാം 19 കിഡ്സിനായിരിക്കും, അതായത് 19 കാലഘട്ടത്തിലുള്ള ആൾക്കാർക്കായിരിക്കും കൂടുതൽ അറിയാം. അപ്പോൾ ഇതാണ് സാബുൻ കായ്. അപ്പോൾ ഈ സാബുൻ കായ് വെച്ചിട്ട് ഡ്രസ്സ് വാഷ് ചെയ്യാമെന്നാണ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സാബുൻ കായിനെ വെച്ചിട്ട് ഡ്രസ്സ് വാഷ് ചെയ്യുന്ന വീഡിയോ ചെയ്യാന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ സാബുൻ കായ് മരത്തിൻ്റെ മുകളിൽ നിന്ന് ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള സാബുൻ കായ് ശേഖരിച്ചു കൊടുക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്കിത് പറിച്ചു തരുന്നത് നമ്മുടെ കമ്പനിയിലുള്ള വിശാലാണ് സാധനം കളക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പറിച്ചെടുക്കുന്നത് വെറും പച്ചക്കായ ആയതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടൂല. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പൈത്ത കായ് വേണം. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് പച്ചക്കായാണ് പറിച്ചത്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ച സമയത്ത് പച്ചക്കായ അല്ല വേണ്ടത്, നല്ല പൈത്തിട്ടുള്ള കായാണ് വേണ്ടത്. അപ്പോൾ ഇത് കൂടുതലായിട്ടും നമ്മൾ ഡ്രസ്സ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്നു. അതിലുപരി നമ്മൾ സ്വർണം കഴുകാൻ വേണ്ടിയിട്ടും ഓട്ടുപാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ട് ഇതൊരു അസൽ സാധനമാണ്. ഇപ്പം എൻ്റെ കയ്യിലുള്ള സാബുൻ കായ് എന്ന് പറയുന്നത് പച്ച സാബുൻ കായാണ്, പച്ച സാബുൻ കായിൻ്റെ കായാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കാൻ പറ്റൂല. അപ്പോൾ ഇത് പൈത്ത കായായിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇത് പഴുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു, അതിന് ശേഷമുള്ള വീഡിയോ ആണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇത് പൊട്ടായിട്ട് വെക്കുന്ന കല്ലുമേല വരയ്ക്കുമ്പോ പത വരും. അപ്പോൾ ഇതുകൊണ്ട് പതയാവില്ല, അത്ര ക്വാളിറ്റി ഇല്ല. നോക്കണം ഇതിങ്ങനെ ആക്കിയിടേ ഒക്കെ കുരുവെടുത്തിട്ട്. അപ്പം ഞാൻ പൈത്തെന്ന് വിചാരിച്ച് കൊണ്ടുവന്ന സാധനവും പൈത്തിട്ടില്ല ഗൈസ്. വീട്ടിലെത്തിയപ്പോൾ അമ്മയച്ഛനാണ് പറഞ്ഞത് സംഭവം റെഡി അല്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇത് വെച്ചിട്ട് നമുക്ക് ഡ്രസ്സ് വാഷ് ചെയ്യുന്നതിന് പകരം നമ്മളിത് പതയാവുമോ എന്നുള്ളതാണ് ഇനി ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് നേരെ കൊണ്ടുപോയിട്ട് പതയാവുന്നു എന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് കളറാവും ഉണ്ടോ? അത് കറക്കണം. നല്ല പൈത്തില്ലല്ലേ, മൂത്തിട്ടില്ല. ഇതിങ്ങനെ ആക്കിയിട്ട് ഡ്രസ്സ് ഇതെല്ലാം ഇനി വെള്ളത്തിലാക്കിയിട്ട് പുതിർത്ത് ചെയ്യാം. അത് വെള്ളത്തിൽ പാട്ടയിൽ ഒരു പാട്ടം കാണിച്ചു തരാം. പ്രകൃതിൻ്റെ അതാണ് കേട്ടോ. ഇനി ഈ കായ പാട്ടയിലിട്ടിട്ട് നമ്മൾ സാധാരണ എങ്ങനെയാണോ സോപ്പും പൊടി കലക്കാറെന്ന് വെച്ചാൽ അതുപോലെയാണ് ചെയ്യേണ്ടത്. അതിനുശേഷമാണ് ഡ്രസ്സ് ഇതിലിട്ടിട്ട് നമ്മൾ വാഷ് ചെയ്യേണ്ടത്. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ പകരം സോപ്പ് പൊടിക്ക് പകരം നമ്മൾ ഈ കായ ഉപയോഗിച്ച് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ പതിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സാധനം സെറ്റാണ്. അപ്പോൾ ഇങ്ങനെയാണ് സാബുൻ കായ ഉപയോഗിച്ചിട്ട് നമ്മൾ ഡ്രസ്സ് വാഷ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരിക്കും ടാറ്റ, ബൈ ബൈ.